നമസ്കാരം, എല്ലാവർക്കും A2L ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പലതരം പോഷക ഘടകങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോഷക അപര്യാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കാരണമായി നമ്മുടെ ശരീരത്തിന് വളർച്ച മുരടിക്കുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമായി ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് നിശാന്തത എന്ന് പറയുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷണം. അതുപോലെ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ ഉണ്ടാകുക എന്നതാണ് ഇതിന്റെ ലക്ഷണം. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവി. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വായിൽ മോണകളിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുക എന്നതാണ്. അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസ് ആണ് കാണാം. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് കനം കുറഞ്ഞ് അവ വളയുന്നതാണ് ഇതിന്റെ ലക്ഷണം. ഇതുപോലെ തന്നെ ഇരുമ്പ് അഥവാ അയണിന്റെ ഡെഫിഷ്യൻസി കാരണമായി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണമായി കാണുന്നത് രക്തക്കുറവ്, വിളർച്ച തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ അയഡിൻ ഡെഫിഷ്യൻസി കാരണമായി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഗോയിറ്റർ. ഗോയിറ്ററിന്റെ പ്രധാന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തൊണ്ടയിൽ മുഴ കാണപ്പെടുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത് പലതരത്തിലുള്ള ഡെഫിഷ്യൻസി ഡിസീസുകളെ കുറിച്ചാണ്. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.